ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കൈൻമാസ്റ്ററിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ട്രിക്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വലത് ഭാഗത്ത് നിങ്ങൾ കാണുന്ന മീഡിയ, ഓഡിയോ, വോയിസ്, ലെയർ, അങ്ങനെ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇതിലേക്ക് നൽകാൻ നമ്മളത് മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ഫോൾഡറാണ് നമ്മുടെ വീഡിയോ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ ആണ്, അതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാമെന്ന്. ഓക്കെ, ഒരു 3 മിനിറ്റ് 42 സെക്കൻഡുള്ള വീഡിയോ ആണ്. അത് എടുത്ത ശേഷം അതിവിടെ താഴെ ഇങ്ങനെ കാണിക്കും, നിങ്ങളതൊന്നും നോക്കേണ്ടതില്ല. എന്നിട്ട് ടിക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ ഇവിടെ ഇങ്ങനെ വലിച്ച് ഫസ്റ്റിൽ കൊണ്ടുവെക്കാം. നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവെക്കാം. അപ്പം ഇവിടെ ആ ചാനലിലെ ലോഗോ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെന്ന് വരുന്നത്. ഓക്കെ, ഇവിടെ വീഡിയോൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് ലോഗോകളുടെ ഭാഗം തീരുന്നത് വരെ ഇത് വയ്ക്കുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഒരു കത്രികയുടെ ചിത്രം കാണും. ആ കത്രികയുടെ ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയുടെ മുകളിൽ കാണാൻ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റിലുള്ള സംഭവങ്ങളെല്ലാം കട്ടായിപ്പോയി. അതേപോലെ റൈറ്റിലുള്ള സംഭവങ്ങളും കട്ട് ചെയ്യാൻ കഴിയും, അങ്ങനെയെല്ലാം കട്ട് ചെയ്യാൻ കഴിയും. അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. റൈറ്റേ കട്ട് ചെയ്ത് നോക്കാമെന്ന്. നമുക്ക് വീഡിയോയുടെ കുറച്ച് ലാസ്റ്റ് എത്തിയിട്ട് എന്താ ട്രിം റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് 3 മിനിറ്റ് 35 സെക്കൻഡ് വെച്ചു. 3 മിനിറ്റ് 35 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ടിക്ക് ചെയ്ത് കളയാം. എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ ഇങ്ങനെ നമുക്ക് അവിടെ വലിച്ചിത് ഇങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്കൊരു ഫോട്ടോ വെക്കണം. ഫോട്ടോ ഇവിടെ വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനാണ്: മീഡിയ, എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്. പക്ഷേ ഈ മീഡിയ എന്നാൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ഈ വീഡിയോയുടെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൈൻമാസ്റ്റർ തന്നെയുള്ള കുറച്ച് എഫക്റ്റാണ്. ബേസിക് എഫക്റ്റ് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ എഫക്ട്സ് വേണമെങ്കിൽ നമ്മൾ നെറ്റ് വേണം. തൽക്കാലം നമ്മൾ എഫക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ബാക്ക് അടിച്ച് കളയാം. ഓക്കെ, നമുക്ക് ഡിലീറ്റ് അടിച്ചേക്കാം. ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ കൊടുക്കാം. ലെയർ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഫോട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇറേസർ. നമുക്കിപ്പോൾ നമ്മുടെ ചാനൽ ലോഗോ മറ്റാണ് കൊടുക്കുന്നത്. ഞാൻ ലോഗോ എടുത്തു. അതുപോലെ വലുതാക്കുകയോ ചെറുതാക്കുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെറുതാക്കി സൈഡിൽ ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, ഇനി ആ ഫോട്ടോയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് സ്ഥലത്തേക്ക് നമുക്ക് വലിച്ചു വെക്കാവുന്നതാണ്. ഉണ്ടോ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഞാൻ 1 മിനിറ്റ് 59 സെക്കൻഡ് തൊട്ട് 2 മിനിറ്റ് 7 സെക്കൻഡ് വരെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് കൊടുക്കണം. പിന്നെ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വിൻഡോ ആണ് വരിക. കൈൻമാസ്റ്ററിൽ മറ്റ് വീഡിയോ എഡിറ്റർ പോലെ കുറേ ഫോണ്ടുകളുണ്ട്, കുറേ ടെക്സ്റ്റ് സ്റ്റൈലുകളുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിവിടെ വന്നിട്ടുണ്ടാവും. അത് ഫോട്ടോ പോലെ തന്നെ വലിച്ച് ഏത് സ്ഥലത്തേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇത്ര തൊട്ട് ഇത്ര വരെ വേണ്ടെങ്കിൽ ഞാൻ അത്രേ വെക്കുന്നുള്ളൂ. ശേഷം നമ്മളിത് എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ വലിച്ച് ഇങ്ങനെ വലുതാക്കാൻ കഴിയും. വലുതാക്കി എനിക്കിപ്പോൾ കുറച്ച് അധികം ഇരുന്നോട്ടെ. ഇത്ര ആക്കിയിട്ട് ഈ സ്ഥലത്താണ് വെക്കേണ്ടതെന്ന് വെച്ചു.
എന്നൊക്കെ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് മാറ്റേണ്ടത് വെച്ചാൽ ഇവിടെ എന്ന് എഴുതിയിട്ട് കണ്ടോ, അത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ കുറേ ഫോണ്ടുകളുണ്ട്. ഒരു നല്ലൊരു ഫോണ്ട് നമുക്ക് നോക്കാം. ഓർബിറ്റോൺ മീഡിയം കുറച്ച് മോശമില്ലാത്തൊരു ഫോണ്ടാണ്. നമ്മളത് ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ കളറും മാറ്റാം നമുക്ക്. അതുപോലെ ഈ വട്ടം കണ്ടോ, വലതുവശത്തെ ആ ടിക്കിന് താഴെ ഒരു വട്ടം കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഏതാ കളർ വേണ്ട വെച്ചാൽ ഇങ്ങനെ നമുക്ക് ആക്കാൻ കഴിയും. ഇതൊക്കെ വലിച്ച് വെച്ച് അത് നിങ്ങളാക്കുമ്പോൾ നല്ല ഇതായി ചെയ്യാം. അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്, അതുകൊണ്ടാണ്. ഈ താഴെ ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ വലിക്കുന്നത് വെച്ചാൽ ഒപ്പാസിറ്റിയാണ്. ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും കണ്ടോ. ഇപ്പോൾ ഞാൻ 50 വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പാസിറ്റി അത്രയും കുറവ്. മുകളിലെന്ന് വെച്ചാൽ കളർ ബാലൻസ് ചെയ്യാൻ സ്ക്രീൻ ഇത് നമുക്ക് ഫുൾ ഒപ്പാസിറ്റി ഫുള്ള് കൊടുത്തിട്ട് അല്ല വേണ്ട, പകുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ശരിക്കും. ഞാനിപ്പോൾ അത് ഒരു നീല പോലെ ആക്കി വെച്ചിട്ട് ഫുൾ എടുത്ത് കൊടുക്കുന്നു. ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്, കളർ സെലക്ട് ചെയ്യാൻ കണ്ടോ. ഇതേപോലെ ഏതാ കളർ വേണ്ട, എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ കളർ എടുത്ത് പകുതി ഒപ്പാസിറ്റി കൊടുക്കുന്നു കണ്ടോ. അത്ര കേട്ടെ. ഇനി നമ്മൾ ഒപ്പാസിറ്റി ഫുള്ളാണ് കൊടുത്താൽ എങ്ങനെ സംഭവിക്കുക കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതോടെ പ്ലേസ് ചെയ്യേണ്ട വെച്ചാൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ടെക്സ്റ്റ് വീഡിയോയിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുക. പിന്നെ മറ്റൊരു എഫക്റ്റ് വീഡിയോൻ്റെ മുകളിൽ നമുക്കൊരു വീഡിയോ വെക്കാൻ കഴിയും. അതിൻ്റെ പേര് ക്രോമാക്കി എഫക്റ്റ് എന്നാണ്. അത് എൻ്റെ ഫോൺ സപ്പോർട്ട് ആവില്ല. സപ്പോർട്ട് വാങ്ങി ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിന് ആനിമേഷൻ എങ്ങനെ കൊടുക്കും നോക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് 2 മിനിറ്റ് 13 സെക്കൻഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ വരുന്ന ടൈം മാത്രമാണ് ആനിമേഷൻ വേണ്ടതെങ്കിൽ നമ്മൾ ഇൻ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഇതുണ്ട്, ഫെയ്ഡ്, പോപ്പ്, സ്ലൈഡ് റൈറ്റ്, സ്ലൈഡ് ലെഫ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാമെന്നാണ്. ഈ താഴെ ഒരു ഇത് കണ്ടോ ഞാൻ പറഞ്ഞത്, അത് ഈ ആനിമേഷൻ്റെ ടൈം എത്ര ടൈം എടുത്തിട്ടാണ് ഈ ആനിമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 0.5 സെക്കൻഡ് ആണെങ്കിൽ വളരെ സ്പീഡായിട്ട് വരും. 5 സെക്കൻഡ് കൊടുക്കുന്നത് കണ്ടോ മെല്ലെ വരും. ഞാനിപ്പോൾ ഒരു നൈസായിട്ട് ഒരു 2 സെക്കൻഡാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഫോട്ടോക്ക് ആനിമേഷൻ ചെയ്യുന്നത് കേട്ടോ, ഇന്ന ആനിമേഷൻ. ഓക്കെ, ടെക്സ്റ്റിന് മാത്രം പറഞ്ഞുതരാം, നിങ്ങൾ ഫോട്ടോക്ക് ചെയ്യുമ്പോൾ ചെയ്യുക. ഇവിടെ ഓവറോൾ ആനിമേഷൻ കണ്ടോ, ഓവറോൾ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ഓവറോൾ ആനിമേഷൻ പറഞ്ഞാൽ ഇത് എത്ര ടൈം ആയി, ഇപ്പം 2 മിനിറ്റ് 13 സെക്കൻഡ് തൊട്ട് 2 മിനിറ്റ് 23 സെക്കൻഡ് വരെയാണ് ഈ ടെക്സ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത്. അത്രയും ടൈം ഈ ആനിമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ടോ. ബ്ലിങ്ക് ഷോ ഓക്കെ, ഏതെങ്കിലും ഒന്ന് വെക്കുക. ഞാനിപ്പോൾ അതത്ര വരാം, അത് കുറച്ച് ബോറല്ലേ. റിങ് ഇത് കുറച്ച് ഓവറാണ്. വേണ്ട ഓക്കെ. ഇത് പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, ടിക്ക് ക്ലിക്ക് ചെയ്യുക. ടിക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അത്രയും ടൈം മാത്രമേ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ പിന്നെ നോക്കാം. അതൊക്കെ കുറച്ച് ബാക്കി കാര്യങ്ങളും കൂടി നോക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ലെയറിൽ നമ്മൾ ഏകദേശം എല്ലായി. എഫക്റ്റ് നമ്മൾ കണ്ടു, മീഡിയ നോക്കി, ടെക്സ്റ്റ് കണ്ടു. ഹാൻഡ് റൈറ്റിംഗ് അധികം അത്ര ഇതൊന്നും നല്ല ഇതല്ല കൈൻമാസ്റ്ററിൽ. എന്നാലും നമുക്ക് നോക്കാം. വലിയ ഇതൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും എഴുതുക, അതെടുത്തിട്ട് അത് വീഡിയോയിലുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ വലിയ ഇതൊന്നുമില്ല. ഇറേസർ വെച്ച് നമുക്ക് മായ്ക്കാനും ചെയ്യാം. ഇത് പെൻസിൽ, ഇത് ഇറേസർ. ഓക്കെ, എല്ലാ സംഭവങ്ങളാണത്. ഇതിലും ഇങ്ങനെ തന്നെ ഒപ്പാസിറ്റി കൂട്ടാൻ കുറക്കാൻ ചെയ്യാം. 100 നിന്ന് ഇങ്ങനെ എന്തായാലും ആക്കാം. ഓക്കെ മതി, അത്ര നോക്കുന്നില്ല നമ്മളിനി ഓഡിയോയുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ വീഡിയോയിൽ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് പോരാ, ഇനി ഇതിൻ്റെ ഒപ്പരം തന്നെ, അത് കളയാതെ ഇതിൻ്റെ ഒപ്പരം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു മ്യൂസിക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറേ പാട്ടാണിത്, ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുതരാം. ഇത് ഇവിടുന്ന് തന്നെ പ്ലേ ചെയ്ത് നോക്കാം. ഇവിടുന്ന് തന്നെ പ്ലേ ചെയ്ത് നോക്കാം. വേണ്ട, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത വീഡിയോയിലേക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ലൈൻ കേട്ടോ, ഈ ലൈനിൽ ഇത് എടുത്ത് വെച്ചുകൊണ്ട് ആ ലൈൻ തൊട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾ എടുത്ത് ഫസ്റ്റിലേ വെച്ച് ഇതാക്കുക. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ആക്കുന്നില്ല. ഓക്കെ, ഇനി ഈ സൗണ്ട് നമ്മളെടുത്ത് തീരെ പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പീക്കറിൻ്റെ ചിഹ്നം പോലത്തെ ഇതിടുക, വോളിയം എടുത്തിട്ടത് ഒരു 200 ആക്കി വെക്കുക. ഓക്കെ, നമ്മളിത് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പം കൊടുത്ത ഓഡിയോ ആണത്. അതായത് നമുക്ക് ഫുള്ളായി എല്ലാം ഇത് നമുക്ക് ഫുള്ളായി കാണണമെങ്കിൽ
ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കെല്ലാം കാണാം. ഫോട്ടോ, നമ്മൾ കൊടുത്ത ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ ടെക്സ്റ്റ് ഇതാ. ഓക്കെ, ഇനി ഇതിവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്, പക്ഷേ ചെറിയൊരു മ്യൂസിക് ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 സെക്കൻഡിലെത്താണെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഉള്ള വീഡിയോയിൽ അത് അത്രയും നേരം നിൽക്കില്ല. അപ്പോൾ വീഡിയോ തീരുന്നവരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ലൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എക്സ്റ്റെൻഡ് ടു എൻഡ് ഓഫ് പ്രൊജക്റ്റ് നാക്കുക. ഈ താഴെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ ഇതുണ്ടാവും. ഓക്കെ, എൻ്റെ ടിക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മളെല്ലാ കാര്യങ്ങളും ഏകദേശം നോക്കിക്കഴിഞ്ഞു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സംഭവം. ഓക്കെ, അപ്പോൾ 2 മ്യൂസിക്കുകൾ ഒക്കെ ശ്രദ്ധിച്ച് വയ്ക്കാൻ കേൾക്കാൻ കഴിയും. രണ്ടും കൂടെയാണ് അത്ര ക്ലിയർ ഇല്ല അതല്ലോ. ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഏകദേശം എല്ലാ കാര്യം നോക്കി വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മളെ ഈ വീഡിയോ കഴിഞ്ഞിട്ടൊരു വീഡിയോ നമുക്ക് വെക്കണം എന്ന് വെച്ചാൽ ഇതോടെ മീഡിയ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ മീഡിയ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് നമ്മുടെ നമുക്ക് വെച്ച് വേറൊരു വീഡിയോ. അപ്പോൾ ഞാൻ അത് തന്നെ എടുത്തിട്ടുള്ളത്, ഞാൻ വേറെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അതേപോലെ ഏതെങ്കിലും ഒരു ഇമേജ്, ഇതെല്ലാം PNG ഇമേജാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും PNG ഇമേജിലാക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് എനിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു PNG ഇമേജ് ക്ലിക്ക് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് നമ്മൾ 2 വീഡിയോൻ്റെ ഇടക്കായി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്ന്. നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, 2 വീഡിയോൻ്റെ ഈ വീഡിയോൻ്റെ ഇവിടെ തന്നെ വെക്കാം. മീഡിയ, ഇറേസർ, ഇമേജ്. അത് PNG ഇമേജ് അങ്ങനെ തന്നെയാണ് വരിക. പിന്നെ എന്തെല്ലാം എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഫോട്ടോ മാറുന്ന അവിടെ ഈ സംഭവം കൊണ്ടുപോയിക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടാ, ഇവിടെ കുറേ ട്രാൻസിഷൻ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ടുള്ള ഇതാണ്, നല്ല ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഫൺ ട്രാൻസിഷൻ. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഇതെങ്ങനെ ട്രൈ ചെയ്ത് കാണിച്ചു. സംഭവം ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓഡിയോ കൊടുത്തില്ലേ, അതേപോലെ നമ്മൾ വോയിസും ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ വോയിസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് റെക്കോർഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ആയ ശേഷം ഇതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എനിക്കറിയാതെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഓക്കെ, പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ വട്ടത്തിന് നടക്കും ഇത് കണ്ട, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്യാമറ ക്യാംകോഡർ എന്നുവെച്ചാൽ കൈൻമാസ്റ്ററിൽ നിന്ന് തന്നെ വീഡിയോ നമുക്ക് ഇതിലേക്ക് ആക്കാം. ഫോട്ടോ വീഡിയോ എടുത്തിട്ടാക്കാനുള്ള ഓപ്ഷനാണ്. അതൊന്നും നോക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രിയേറ്റീവായി ചെയ്യാൻ ഇതൊന്ന് കാണിച്ചിടാന്ന് വേണ്ടി ചെയ്താണ്. നമ്മൾ അത്ര ഇതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്കിങ്ങനെ സേവ് ചെയ്യേണ്ടത്, വീഡിയോ എങ്ങനെ സേവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കണ്ടോ, ഇതാ ഇവിടെ. നമുക്ക് ഏത് ക്വാളിറ്റി ഞാൻ സേവ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ HD 720p തൊട്ട് 360p വരെയുണ്ട്. സാധാരണ കൈൻമാസ്റ്ററിലാണെങ്കിൽ സാധാരണ കൈൻമാസ്റ്റർ തന്നെ, പക്ഷേ ഇതൊരു വാട്ടർമാർക്കില്ല. ഇതൊരു മോഡപ്പിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കൊക്കെ പോയി എടുത്താൽ ഡൗൺലോഡ് ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ വേഗം കിട്ടും. പിന്നെ എന്താ പറയാനല്ലേ, നേരത്തെ പറഞ്ഞ ക്രോമാക്കി എഫക്റ്റ്, അത് ഞാൻ അടുത്ത വീഡിയോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഇവിടെ HD 720 നമ്മൾ വേഗം ആവാൻ വേണ്ടി 360p വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രെയിം റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രെയിം റേറ്റ് കൂടുന്നതിന് സെക്കൻഡിൽ ഇത്ര ഫ്രെയിം എന്നുണ്ടാവും. അതിൻ്റെ ഫ്രെയിം റേറ്റ് കൂടുന്നതിന് ഇതിൻ്റെ ക്വാളിറ്റിയും കൂടും. നമ്മളെ വേഗം ആവേണ്ടി ഒരു 12 വെക്കുന്നു. ഓക്കെ, ബിറ്റ് റേറ്റ് അതേപോലെ തന്നെ ഇപ്പം 3.31 Mbps ആണെങ്കിൽ അത് 182 MB ഉണ്ട്. അത് എക്സ്പോർട്ട് ആകാൻ കുറേ ടൈം എടുക്കും. നമ്മൾ കുറച്ച് വെക്കുന്നു. 35 Mbps തന്നെ വളരെ കുറവാണ്. അവിടെ വീഡിയോൻ്റെ
കാട്ടി അത്രയും ഉണ്ടാവും, 19 MB സംഭവം ഉണ്ടാവും. ഇവിടെ ഞാൻ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ